ഞാൻ അവിടെ ഉണ്ട്. സോറി, കല്യാണത്തിന് വരാൻ പറ്റിയില്ല. കല്യാണം നല്ല അടിപൊളിയായിരുന്നു എന്ന് വൈഫ് പറഞ്ഞായിരുന്നു. ശരി, എന്നിരിക്കെ പോകരുതേ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ശരി ശരി. ഇനി എന്താടാ, ആരതിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനിയൊരു വീട് വാങ്ങണമെങ്കിൽ നീ കടം എടുക്കണം അല്ലേ? ചെറിയൊരു കറക്ഷനുണ്ട്. കല്യാണത്തിനെടുത്ത കടം കൂടെ ഇനിയിപ്പോൾ ഞാൻ അടയ്ക്കണം. അപ്പോൾ വീട് അത് വിട്ടേക്ക്. വീടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലെന്നാ? എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ. മനസ്സിലായി. കുറേ കാശ് കല്യാണം നടത്തി കളഞ്ഞല്ലേ? അവക്ക് വേണ്ടി ഞാൻ ഇതുവരേക്കും ഒന്നും ചെയ്തിട്ടില്ല ഏട്ടാ. പാവ അവൾ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം അവളെ ലൈഫ് സെറ്റായില്ലേ, അത് മതി. അച്ഛനും ഹാപ്പിയായി. എന്നാലും അച്ഛൻ്റെ ഡ്രീം ഇപ്പോഴും ബാക്കിയാണ്. എന്താടാ ഇത്? മാറി മാറി ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുക. സൂര്യവംശി എന്നുള്ള പടം കണ്ട പോലെ ഉണ്ട് ഇപ്പോൾ. സോറി ഏട്ടാ, വീട് വാങ്ങുന്നവരേക്ക് നിങ്ങളെ കമ്മീഷൻ എന്തായാലും തരാൻ പറ്റില്ല. ആരല്ലെങ്കിലും തന്നേക്കണേ. തൽക്കാലം ഈ സ്വീറ്റെങ്കിലും കഴിക്ക്. അതിന് താങ്ക്സ്. കല്യാണത്തിന് എത്ര ചിലവായടാ? 35 ലക്ഷം ഏട്ടാ. എന്നാ പ്രഭു, ഒരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. ന്യൂ ജോയിനിയാ. ജോയിനിങ് പ്രോസസ്സിനൊന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഐശ്വര്യ. ഹായ് സർ. ഹായ്. ഒരു സെക്കൻഡേ. പറയച്ചാ. വാ പ്രഭു. എന്തിനാ അച്ഛൻ വരാൻ പറഞ്ഞേ? അമ്മേ, എനിക്കൊരു കോഫി എടുക്കണേ അമ്മേ. അതൊന്നുമില്ല പ്രഭു. സുന്ദർ സാറ് എനിക്കറിയുന്ന ആളാ. ഇൻകം ടാക്സിൽ വലിയൊരു ഓഫീസറാ. അദ്ദേഹത്തിന് ഒരേ ഒരു മകളാ. ആ കുട്ടിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞു. അച്ഛാ, എനിക്ക് കല്യാണോ? എടാ, നിനക്ക് 30 വയസ്സാവറായി. അച്ഛാ, എടുത്ത ലോൺ അടയ്ക്കാൻ തന്നെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴാ എൻ്റെ കല്യാണ കാര്യം. അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കണ്ടടാ. നല്ല ബന്ധാണിത്. നിന്റെ ജീവിതം സെറ്റിലാവൂടാ. അതെ, അച്ഛനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ടാ? ശരി, അത്രയ്ക്കും വലിയ ആൾക്കാരാണെങ്കിലേ എന്നെ എന്തിനാ ആലോചിക്കുന്നേ? വൈ മീ? അതൊന്നുമല്ലടാ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ അദ്ദേഹം സത്യസന്ധമായിട്ട് എല്ലാം പറഞ്ഞു. എന്ത് പ്രശ്നം? എടാ, അതൊരൊറ്റ മോളാ. അമ്മയില്ലാത്ത കുട്ടിയായോണ്ട് കൊഞ്ചിച്ച വളർത്തിയിരിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യം വരും അത്രേ. മുമ്പ് 2 പ്രാവശ്യം കല്യാണം ആലോചിച്ച് അത് നടക്കാതെ പോയതാ. നടക്കാതെ പോയെന്ന് വെച്ചാ? അങ്ങനെയല്ലടാ, ആ പയ്യനും ഇവൾക്കും ചേർച്ചില്ലാതെ പിരിഞ്ഞതാ. എന്താ അച്ഛാ ഈ പറഞ്ഞു വരുന്നേ? അതുകൊണ്ട് അവർക്ക് ആ പെൺകുട്ടിയുടെ ദേഷ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെക്കനാണെങ്കിൽ എന്നെ ലോക്കാക്കാനുള്ള പ്ലാനാണല്ലേ? ഫ്യൂച്ചർ നന്നായി വരൂടാ. അച്ഛാ, ചുമ്മാ പൊട്ടത്തരം പറഞ്ഞോണ്ടിരിക്കല്ലേ. പ്രഭു, അമ്മേ, പ്രഭു, പ്രഭു പറയുന്നത് കേൾക്കടാ. കോഫി കുടിക്കാൻ പറ്റിയ സമയം. എന്തൊക്കെ അച്ഛൻ ഈ പറയുന്ന അമ്മേ? പ്രഭു, കാലത്ത് പൂജയ്ക്ക് ഞാൻ തേങ്ങ ഉടച്ചില്ലേ, അപ്പൊ അതിലൊരു പൂ ഉണ്ടായിരുന്നടാ. നല്ല ശകുനാന്ന് തോന്നുന്നുണ്ടടാ. അയ്യയ്യേ, അച്ഛന് നല്ലോണം പ്രായമല്ലേ? അതാ ഇങ്ങനെ പിച്ചും പേയും പറയുന്നേ. എന്നെ കൊണ്ടെന്തായാലും പറ്റില്ല. ബ്യൂട്ടിഫുൾ. നന്നായിട്ടല്ലേ? Almost there. Just needs a few alterations. Sonu? Yes, ma'am. Can you maybe reduce the length and give me a Sure, few ma'am. color options that would match his skin tone? I'll show you, ma'am. There are a couple of them. മോളെ, ഇന്നെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണേ. നാളെ എൻഗേജ്മെന്റ്. നിന്നിങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോടാ. അമ്മ കണ്ടിട്ടുണ്ട്. എപ്പോ?
3ാം ക്ലാസ്സിൽ ടിപ്പു സുൽത്താൻ്റെ വേഷം കിട്ടിയില്ലേ അപ്പോൾ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ഇഷ്ടം കൊണ്ടല്ലേടാ വാങ്ങിക്കുന്നേ. 30,000 രൂപയുടെ ബില്ല്. അച്ഛാ ഒന്ന് Make മിണ്ടായിരിക്കുന്നുണ്ടോ? it fast, okay? Something's off. നന്നായിട്ടുണ്ടല്ലേ? ആ താഴേക്ക് പോയാലോ? അല്ല ആരതി എവിടെയാ? അവള് വീട്ടിലിരുന്ന ജോലി ചെയ്യണതുകൊണ്ട് ഓഹോ നിങ്ങൾ താഴേക്ക് വയ്ക്കും. എന്നാ ചെല്ലുമോ? പോവാം. പ്രഭു 1 മിനിറ്റ്. ആ താങ്ക് യു പ്രഭു. നിങ്ങൾ രണ്ടുപേരും സെറ്റാവൂല എന്നായിരുന്നു എൻ്റെ പേടി മുഴുവൻ. എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. എല്ലാം അവസാനിച്ചു. ചെറിയ പ്രശ്നം പോലും വരാതെ എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു കേടോ. ആ സാറേ കാപ്പി ചായയിലും വേണം. തനിക്ക് എന്താടോ വേണ്ടേ? ആ, ഇവിടുത്തെ കോഫി എനിക്കിപ്പോ നല്ലതാ. ഒന്നും- 2 കോഫി. ഓക്കെ സാർ. ആ എനിക്കും ആ സീക്രട്ട് ഒന്ന് പറഞ്ഞു തരാനാ പറഞ്ഞത്. സാറും സാറിൻ്റെ മോളും ഒരുപോലെ തന്നെയാ. വളരെ ഈസിയാ. അപ്പൊ പറഞ്ഞു തരില്ല. ഉം? ലെഹങ്കാസ് ഓർ സാരീസ്? ഉം? ലെഹങ്കാസ് ഓർ സാരീസ് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന്? നിന്റെ ഇഷ്ടം പോലെ മധു. Can we see some lehengas, please? ഹലോ, എന്താ നോക്കുന്നേ? സോറി മാം. ഒന്ന് വേഗാവട്ടെ പ്ലീസ്. This one? യെസ് മാം. Beautiful, no? പ്രഭു, ആ, എന്തു പറ്റി വല്ലാതിരിക്കുന്നേ? അയ്യോ ഓക്കെ? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, നോ? ദാറ്റ്സ് വാട്ട് ഐ തോട്ട്. വാ, ട്രൈ ചെയ്ത് നോക്കാം. ഐഷു, നിനക്ക് സുഖാണോ ഐഷു? എങ്ങനെ പോണു? നന്നായിട്ടിരിക്കുന്നു. പെട്ടെന്ന് നിന്നെ കണ്ടപ്പോ ആകെ ബ്ലാങ്ക് ആയി പോയി. എനിക്കും അതെ. അത് നീ നീ എങ്ങനെ? പ്രഭു, നീ എന്തെടുക്കുവാടാ അവിടെ? ആന്റി, പ്രഭു ഉണ്ടോ അവിടെ? ആ, ഉം. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? മാം, നിങ്ങൾക്ക് സർപ്രൈസ് തരാനായിട്ട് സാർ വേറെ ഡിസൈൻ നോക്കുമായിരുന്നു. ഓ, സോ സ്വീറ്റ്. പ്രഭു ഇങ്ങോട്ട് വാ. എന്തായാലും താൻ സെലക്ട് ചെയ്ത ഡിസൈൻ അവൾക്ക് ഇഷ്ടപ്പെടില്ല. താങ്ക്സ്. പ്രഭു, ഇതാ നമ്മുടെ വീട്. കയ്യിതാ പ്രഭു, വീട് നല്ലതാണ്. എന്തേട്ടാ വേറെ ആർക്കോ കൊടുക്കുന്ന പോലെ കൈയൊക്കെ കൊടുക്കുന്നേ? അങ്ങനെയല്ലോ, ഇന്ന് വരയ്ക്കാവും നമ്മുടെ മോൻ. നാളെ എൻഗേജ്മെന്റ് കഴിഞ്ഞാ പിന്നെ നമ്മുടെ പ്രഭു ആയിരിക്കില്ല, എല്ലാം മാറും. നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ നമുക്കൊന്ന് നടന്നാലോ?